ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് PM കിസാൻ സമ്മാൻ നിധിയിലൂടെ 6000 രൂപ വാങ്ങുന്നവർക്കും പുതുതായി അപേക്ഷ വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമുള്ള ഒരു വീഡിയോ ആണിത്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് 23 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഒരു വലിയ ധനസഹായ പദ്ധതിയാണ്. 2000 രൂപ വീതം 3 തവണകളായിട്ടാണ് ഒരു വർഷം നമുക്ക് ലഭിക്കുന്നത്. ഈ വർഷത്തെ 23ാമത്തെ ഗഡുവിൻ്റെ വിതരണം അടുത്ത മാസം അവസാനത്തോടുകൂടി ഉണ്ടാവുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിലെ കർഷകർ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ എന്ന് പറയുന്നത്, ആദ്യത്തെ അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പദ്ധതിയുടെ വെബ്സൈറ്റ് വഴി തന്നെ നമുക്കിതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ വെക്കാൻ ഉദ്ദേശിക്കുന്ന കർഷകർക്ക് 2018-2019 സാമ്പത്തിക വർഷത്തിൽ 5 സെന്റ് കൃഷിഭൂമിയെങ്കിലും സ്വന്തം പേരിലുള്ളവരായിരിക്കണം. ആ ഒരു സമയത്തുള്ള കരമടച്ച റെസീറ്റ് വെച്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ ഇപ്പോഴും ആ സ്ഥലം കൈവശമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ഈ വർഷവും കരമടച്ച റെസീറ്റും ആധാറും അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ്. ഒരു റേഷൻ കാർഡിൽ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, ഒന്നിലധികം പേർക്ക് ഈ ആനുകൂല്യം വാങ്ങാൻ സാധിക്കുന്നതല്ല. അതായത് ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം പേരുണ്ടെങ്കിൽ അവർക്ക് വ്യത്യസ്ത സ്ഥലമുള്ളവരായാൽ പോലും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല. അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർ ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ, ആദായ നികുതി അടക്കുന്നവർ, അതുപോലെ മാസത്തിൽ 10,000 രൂപയിലധികം പെൻഷൻ കൈപ്പറ്റുന്നവർ, അതുപോലെ ഡോക്ടർമാർ, വക്കീലന്മാർ തുടങ്ങിയ പ്രൊഫഷണലുകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ നിലവിൽ ആനുകൂല്യം ലഭിക്കുന്ന കർഷകർക്ക് പ്രധാനമായും 4 കാര്യങ്ങളാണ് പൂർത്തീകരിക്കേണ്ടത്. അതിൽ 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റുകൾ വരെ മുടങ്ങാതെ ലഭിക്കുന്നതിനു വേണ്ടി നമ്മൾ KYC, ലാൻഡ് സീഡിംഗ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചത് കൊണ്ടാണ് ഇതുവരെ 22 തവണകളും മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി അതിലേക്ക് മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ അഗ്രിസ്റ്റാക്ക് ഫാർമ രജിസ്റ്റർ ചെയ്ത് ID എടുക്കേണ്ടതും അത്യാവശ്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇനിയും ഒരുപാട് കർഷകർ ഈ ID എടുക്കാത്തവരുണ്ട്. മാത്രമല്ല, പലരുടെയും വെരിഫൈ ചെയ്തിട്ടുമില്ല. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, PM കിസാൻ സമ്മാൻ നിധിയിലുള്ള കർഷകർക്ക് രേഖകളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിനുള്ള ടൈമാണിപ്പോൾ. അതുപോലെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ഇപ്പോൾ ചെയ്യാവുന്നതാണ്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.